അപ്പോൾ ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഡെക്കറേഷൻ നോക്കാം. കേക്കിലേക്ക് ഐസിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 1 kg ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് ഡാർക്ക് ചോക്ലേറ്റ് ഇന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഗ്രേറ്റഡ് ചോക്ലേറ്റ് ആണ് നമ്മൾ കേക്കിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമ്മുടെ കയ്യിലൊന്ന് മെൽറ്റ് ആകാൻ നമുക്കിതൊന്ന് കേക്കിലേക്ക് സ്റ്റിക്ക് ചെയ്ത് എടുക്കാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ ഗ്ലൗസ് യൂസ് ചെയ്ത് ചെയ്താൽ മതി. ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ സൈഡിലും ആ ഒരു ടോപ്പിലേക്ക് കുറച്ച് നേരം എഡ്ജിലോട്ട് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നോസിൽ ഡെക്കറേഷൻ കൊടുക്കാം. കളർ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ലെമൺ യെല്ലോയും ആംബറും കൂടി ഒരേ അളവിലൊന്ന് മിക്സ് ചെയ്തെടുത്തപ്പോഴാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡിൽ കിട്ടിയിട്ടുള്ളത്. ഇനി എടുക്കുന്ന നോസിൽ ഈ ഒരു ടിപ്പാണ് കേട്ടോ. ഓപ്പൺ സ്റ്റാർ ടിപ്പാണ്. ചെറിയൊരു ടിപ്പ് വരുന്ന നോസിലാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് നോസിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു യെല്ലോ ഷെയ്ഡ് യൂസ് ചെയ്ത് നമുക്ക് ഇതുപോലെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ആദ്യം കുറച്ച് ലൈൻസ് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ കേക്കിലേക്ക് ഇതുപോലെ ലൈൻസൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത ആ ഒരു ലൈൻസിന് ക്രോസ് ആയിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ കുറച്ച് ലൈൻസും കൂടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിലേക്ക് ഈ ഒരു ഡിസൈനായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട നോസിൽ 1M നോസിലാണ് കേട്ടോ. 1M അല്ലെങ്കിൽ Nur-in-1 നോസിലോ 2D നോസിലോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ 1M ആണ് എടുത്തിട്ടുള്ളത്. സെയിം ക്രീം യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു നോസിൽ യൂസ് ചെയ്ത് ചെയ്യുന്ന ഈ ഒരു ഫ്ലവർ ഡിസൈനാട്ടോ കൊടുക്കുന്നത്. ആ ടോപ്പിൽ ആ ഒരു എഡ്ജിലായിട്ടൊന്ന് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഈ ഒരു ഫ്ലവർ ഡെക്കറേഷൻ കൊടുക്കുന്ന ടൈമിൽ നമ്മൾ ആ ഒരു ലൈൻസ് കൊടുത്തില്ല, ആ ഒരു ഭാഗമൊക്കെ ഒന്ന് ആ ഒരു എഡ്ജൊക്കെ ഒന്ന് കവർ ചെയ്ത് വരുന്ന രീതിയിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ കേക്കിലേക്ക് ആ ഒരു ഫ്ലവർ ഡെക്കറേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കേക്ക് ബേസിലായിട്ടൊരു ബോൾ ഡിസൈൻ കൊടുക്കാം. നമ്മൾ എടുക്കുന്ന നോസിൽ സ്റ്റാർ ടിപ്പ് തന്നെയാണ്. നമ്മൾ കേക്കിൻ്റെ ടോപ്പിൽ യൂസ് ചെയ്ത ആ ഒരു ടിപ്പിനേക്കാളും കുറച്ചുകൂടി വലിയ ടിപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ആ ഒരു സെയിം നോസിൽ യൂസ് ചെയ്താലും മതി കേട്ടോ. ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പ് ഡിസൈനായിട്ട് കിട്ടും. കേക്കിന് ചുറ്റും കൊടുക്കാവേ. അപ്പോൾ നമ്മൾ ആ ഒരു കേക്ക് ബേസിലായിട്ടുള്ള ബോൾ ഡിസൈൻ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞു കേട്ടോ. നമ്മുടെ കേക്കിൻ്റെ വർക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. അപ്പോൾ നമുക്ക് കേക്കിലേക്ക് മാറ്ററൊക്കെ കൊടുക്കണമെങ്കിൽ കേക്ക് ബേസിലായിട്ട് ഒന്നെങ്കിൽ റൈറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആ ഒരു ഫോണ്ടിൻ്റെ ലെറ്റേഴ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്